സുഹൃത്തുക്കളെ, 1983 നവജോത് സിംഗ് സിദ്ധുവിൻ്റെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം 3 ഇന്നിങ്സിലും കൂടി സിദ്ധു നേടിയത് വെറും 20 റൺസ് മാത്രം. രാജൻ ബാല എന്ന എഴുത്തുകാരൻ സിദ്ധുവിനെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ അടിക്കാനറിയാത്ത അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നീട് ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു സിദ്ധു. അച്ഛൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അച്ഛൻ ഈ ലേഖനം സിദ്ധുവിൻ്റെ കിടക്കയിൽ കൊണ്ടിട്ട ശേഷം ഒരക്ഷരമിണ്ടാതെ നടന്നു. സിദ്ധു ആകെ തകർന്നുപോയി. കുറേ നേരം കഴിഞ്ഞ് ആ ലേഖനം വെട്ടിയെടുത്ത് തൻ്റെ ബെഡ്റൂമിൽ സിദ്ധു ഒട്ടിച്ചു. അടിക്കാനറിയാത്ത അത്ഭുതം സിദ്ധുവിൻ്റെ ഹൃദയത്തിൽ തെറിച്ചു. അത് വാശിയായി. 1987 സിദ്ധുവിനെ ഇന്ത്യൻ ടീം തിരിച്ചു വിളിച്ചു. 1987 വരെയുള്ള 4 വർഷക്കാലം സിദ്ധു വിശ്രമിച്ചിട്ടില്ല. പ്രയത്നം മാത്രമായിരുന്നു. പിന്നീട് ശക്തരായ ആസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ കളിയിൽ 79 ബോളിൽ നിന്നും 73 റൺസ് സിദ്ധു എടുത്തു. സിക്സറുകളുടെയും ബൗണ്ടറികളുടെയും പെരുമഴ തന്നെ തീർത്തു. 4 ഏകദിനത്തിലും 50 റൺസ് സ്കോർ ചെയ്തു സിദ്ധു. തുടർന്ന് 4400 റൺസ് എടുത്തു. എന്നാൽ ഏറ്റവും വലിയ ബഹുമതി ലഭിച്ചത് അടിക്കാനറിയാത്ത അത്ഭുതം പനയോളം ഉയരത്തിൽ അടിക്കുന്ന ആളായി മാറിയതെങ്ങനെ എന്ന് രാജൻ ബാല ലേഖനം എഴുതിയതാണ്. ഗ്രേറ്റസ്റ്റ് റിവെഞ്ച് ഈസ് മാസീവ് സക്സസ് എന്ന ലെസ് ബ്രൗൺ പറഞ്ഞത് ഇവിടെ നമുക്ക് ഓർക്കാം. സുഹൃത്തുക്കളെ, ആരൊക്കെയാണ് നിങ്ങളുടെ രാജൻ ബാലമാർ? നമുക്കും വേണം രാജൻ ബാലമാർ. ഓക്കെ, താങ്ക് യു.